ഹലോ എവ്രി വൺ. ഇന്ന് റൂത്തിൻ്റെ 1-2 ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീണ്ടെടുപ്പിൻ്റെ യാത്രയിലേക്കുള്ള ചൂണ്ടുപലക ഏത് എന്ന് ചോദിച്ചാൽ റൂത്ത് 1-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് വീണ്ടെടുപ്പിൻ്റെ യാത്രയിലേക്കുള്ള ചൂണ്ടുപലക എൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഇവിടെ മതഭക്തിയും മനുഷ്യ സ്നേഹവും ഒരുപോലെ പ്രകടമാകുന്നു, വിശദീകരിക്കുക. മരണമല്ലാതെ മറ്റൊന്നും നമ്മളെ തമ്മിൽ വേർപിരിക്കില്ല എന്ന റൂത്തിൻ്റെ നിശ്ചയവും അവൾ നവോമിയെ അഭേദ്യമായി സ്നേഹിക്കുന്നു, അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു. ഒന്നും ആവശ്യപ്പെടാത്ത റൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാണ്. റൂത്ത് 1:16 എന്നുള്ള ആ വാക്യം നമുക്കിവിടെ മാർക്കിൻ്റെ അക്കോർഡിംഗ് നമുക്ക് എഴുതാം. മതഭക്തിയും മനുഷ്യ സ്നേഹവും ഒരുപോലെ പ്രകടമാവുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ, മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്ന റൂത്തിൻ്റെ നിശ്ചയം, അവൾ നവോമിയുടെ ദൈവത്തെ അഭേദ്യമായി സ്നേഹിക്കുന്നു, ഒന്നും ആവശ്യപ്പെടാത്ത റൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും. ഇങ്ങനെ 3 പോയിന്റ് പ്ലസ് നമ്മൾ റൂത്ത് 1:16 എന്നുള്ള വാക്യം കൂടെ എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൂത്തിൻ്റെ നിലപാട് സാഹസികമാവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ റൂത്തിൻ്റെ നിശ്ചയം വീണ്ടെടുപ്പത്തിൻ്റെ ചരിത്രത്തിൽ നിർണയമാവുന്നത് എങ്ങനെ? അന്യദേശത്ത് കബറടക്കപ്പെടുന്നതിനാൽ പൂർവികരുമായി ചേരാൻ കഴിയില്ല. ഉൽപ്പത്തി 47:30, 49:29 എന്നുള്ള ചിന്തയ്ക്ക് ഊന്നലുള്ള കാലയളവിൽ സർവവും ത്യജിച്ച് നവോമിയുമായി ഇറങ്ങിത്തിരിക്കുവാനുള്ള റൂത്തിൻ്റെ നിശ്ചയം. അതാണ് സാഹസികത. റൂത്തിൻ്റെ സാഹസികത ചോദിച്ചാലോ, റൂത്തിൻ്റെ നിശ്ചയം വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ നിർണയമാവുന്നത് എങ്ങനെയെന്നോ ചോദിച്ചാൽ അതിന് ആൻസറായിട്ട് എഴുതേണ്ടത് അന്യദേശത്ത് കബറടങ്ങുന്നത് പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഊന്നലുള്ള കാലയളവിൽ സർവ്വതും ത്യജിച്ച് നവോമിയുമായി ഇറങ്ങിത്തിരിക്കാനുള്ള റൂത്തിൻ്റെ നിശ്ചയമാണ് സാഹസികത, അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ നിർണായകമാവുന്ന റൂത്തിൻ്റെ നിശ്ചയം. വീണ്ടെടുപ്പിൻ്റെ പാതയിൽ സന്തോഷം ആവശ്യമാണല്ലോ, വിശദീകരിക്കുക. അതിൽ നവോമിയുടെ ദുഃഖപൂർണമായ അവസ്ഥ, നവോമിക്ക് ഭർത്താവും 2 മക്കളും മരിച്ച് ദുഃഖപൂർണമായ അവസ്ഥയിലിരിക്കുന്ന നവോമിയുടെ പേരിൻ്റെ അർത്ഥം സന്തോഷം എന്നുള്ളതാണെങ്കിലും അവളെ മാറ എന്ന് വിളിച്ചാൽ മതി, കയ്പിൻ്റെ അനുഭവത്തിലൂടെ അവൾ കടന്നു പോകുന്നു എന്ന് പറയുന്ന നവോമി. പിന്നെ നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക് യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ തിരിച്ചു വരുന്നത്. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ പാതയിൽ സന്തോഷം. അപ്പോൾ അവിടെ ദുഃഖപൂർണമായ അവസ്ഥയിൽ, നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ച് ബെത്ലഹേമിലേക്ക് വരുന്നത് വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയെ കുറിക്കുന്നു. അതായത് അവിടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ വരുന്നതെന്നുള്ള ആൻസറോടുകൂടി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 3 പോയിന്റ് അവിടെ ഓർക്കണം. ഒന്ന്, നവോമിക്കുണ്ടായിരിക്കുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത്, നവോമിയുടെ പേരിൻ്റെ അർത്ഥം, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നവോമിക്ക് സംഭവിച്ച കാര്യങ്ങളാവുന്നത് കൊണ്ട് അവളെ മാറ എന്ന് അവൾ വിളിക്കണമെന്ന് പറയുമ്പോഴും അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അത് സന്തോഷത്തിൻ്റെ അനുഭവത്തെ സൂചിപ്പിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരുന്നതായിട്ടത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ, വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിലെ മുൻകുറി. റൂത്തിൻ്റെ മോവാബിൽ നിന്നുള്ള മോചനവും കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ തിരിച്ചു വന്നത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന അതുല്യ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൻ്റെ മുൻകുറി. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ, വീണ്ടെടുപ്പിൻ്റെ ചൂണ്ടുപലക എന്നായിരുന്നു. ഇത് വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിലെ മുൻകുറി എന്തായിരുന്നു? അത് മോവാബിൽ നിന്നുള്ള അവളുടെ മോചനം, കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ തിരിച്ചു വരുന്നത്, അത് വീണ്ടെടുപ്പിൻ്റെ മുൻകുറി. ചൂണ്ടുപലക ആ വാക്യമാണ് നമ്മൾ എഴുതേണ്ടത്. മുൻകുറി ചോദിക്കുമ്പോൾ റൂത്ത് അതുല്യമായ വീണ്ടെടുപ്പിൻ്റെ ആരംഭത്തിലേക്ക് റൂത്ത് തിരിച്ചു വരുന്നതാണ് ചരിത്രത്തിൻ്റെ മുൻകുറി. 6ാമത്തെ ചോദ്യം, രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നതെങ്കിലും അവരെക്കാൾ മുൻപേ അത് അനുഭവിക്കുന്നത് ജാതികളാണെന്ന് വിശദീകരിക്കുക. കാരണം കതിർ പെറുക്കുവാനായിട്ട് മുൻകൈ എടുത്തു പോയത് റൂത്താണ്, നവോമിയല്ല. അതുകൊണ്ടാണ് രക്ഷ യഹൂദരിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും അത് അനുഭവവേദ്യമാകുന്നത് ജാതികൾക്കാണ് ആദ്യം എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ
രൂത്തിൻ്റെ കഥയിൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എഴുതുന്നത്. ഓക്കെ, താങ്ക് യു.